രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം സമ്പൂർണ്ണ ബജറ്റിനെ നിശിതമായി വിമർശിച്ച പ്രതിപക്ഷം. രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി ധനമന്ത്രി ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ബജറ്റ് വെറും വാചക കസർത്തായി മാറിയെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനും പ്രതികരിച്ചു. ഇത്രയേറെ അനീതി, അവഗണന, ദ്രോഹം ചെയ്ത ഒരു സർക്കാർ പിണറായി സർക്കാർ പോലെ മറ്റു സർക്കാർ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയുടെ പ്രതികരണത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെ: കേരളം കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും എന്നതിൻ്റെ സൂചനയാണ് ഈ ബജറ്റിന്റെ അവസാന പേജിൽ കാണിക്കുന്ന ഈ സാമ്പത്തിക സൂചകങ്ങൾ നമുക്ക് നൽകുന്നത്. പിന്നാലെ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ബജറ്റിനെ നിശ്ചിതമായി വിമർശിച്ചു. ഈ ഒരു പ്രസംഗം നടന്നു എന്നല്ലാതെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് ഒരു ചലനവും ഉണ്ടാക്കൂല. നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടരുകയും ചെയ്യും. ഒരു വിശ്വാസ്യതയുമില്ലാത്ത ബജറ്റാണെന്നായിരുന്നു മുൻമന്ത്രി ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. യാതൊരു വിശ്വാസ്യതയില്ലാതെ എന്തൊക്കെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അല്പപ്പോലും ഗ്രാഹ്യമില്ലാത്ത ഒരാളുടെ ഒരു വൃഥാവിലുള്ള ഒരു പ്രവൃത്തിയായി ഇത് മാറുകയാണ്. വെറും വാചക കസർത്തായി ബജറ്റ് മാറിയെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനും പ്രതികരിച്ചു. ബജറ്റിലെ നിരീക്ഷണങ്ങൾ പലതും വസ്തുതാവിരുദ്ധവും കേരള ബജറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിച്ചതായിട്ടുള്ള ഒരു കാര്യവുമില്ലാത്ത ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.